ഹായ്, ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം നോക്കാം. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഈ ചോദ്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തത് മിസ്റ്റർ അൽഫോൺസ് ആണ്. പ്രത്യേക നന്ദി അറിയിക്കുന്നു. മാനേജ്മെൻറ്റിൻ്റെ ഒരു ഷിഫ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ എടുത്തിരിക്കുന്നത്. ആദ്യം DI ചെയ്യേണ്ടത് മനസ്സ് സമാധാനമായിട്ട് വെച്ച് നിങ്ങൾ ടൈമർ നോക്കി ഒരു 10 മിനിറ്റ് എന്നുള്ളൊരു സമയം സെറ്റ് ചെയ്ത് തന്നെ 10 മിനിറ്റിനുള്ളിൽ ഞാനിത് തീർക്കും, പരമാവധി 10 മിനിറ്റ് കൊടുത്ത് ചെയ്യും എന്നൊരു തീരുമാനം എടുക്കേണ്ടതാണ്. നമ്മുടെ പേപ്പർ 1ൻ്റെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ്ങിൽ ടൈംഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് 75-ലധികം റിയൽ NTA ഇൻ്റർഫേസിൽ എക്സാം എഴുതാൻ സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, ലേണിംഗ് പ്ലാറ്റ്ഫോം നോക്കാവുന്നതാണ്. ഈ ചോദ്യത്തിൽ ഒരു കമ്പനിയിലെ 2018-ലെയും 2019-ലെയും എംപ്ലോയീസിൻ്റെ എണ്ണവും അതിൻ്റെ പെർസെൻറ്റേജുമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 1 മിനിറ്റ് ഇത് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. A to E 5 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 2018-ലെ പെർസെൻറ്റേജുകൾ ഇവിടെ തന്നിരിക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര എംപ്ലോയീസ് ആണുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 18,000 പേരാണുള്ളത്. അതിൻ്റെ ശതമാന കണക്ക് തന്നിരിക്കുന്നു. 2019-ൽ 20,000 എംപ്ലോയീസ് ആണുള്ളത്. ശതമാന കണക്ക് തന്നിരിക്കുന്നു. പെർസെൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മുൻകൂറായിട്ട് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. നമുക്ക് ഈ ബേസിക് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. 18,000 എംപ്ലോയീസിൻ്റെ 22% എന്ന് പറയുന്നത് ഇതാണ്, 22/100. നമുക്കിത് മനസ്സിൽ എങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മുടെ മാത്സിൻ്റെ യൂണിറ്റ് 5ൻ്റെ പ്ലേലിസ്റ്റിൽ പെർസെൻറ്റേജ് മനസ്സിൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം, ആവറേജ് എന്ന കൺസെപ്റ്റും ഇവിടെ അറിയണം. 2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ദ വേരിയേഷൻ റെപ്രസെൻറ്റഡ് ബൈ അബ്സല്യൂട്ട് നമ്പേഴ്സ് ഇൻ എംപ്ലോയി സ്ട്രെങ്ത് ഈസ് മാക്സിമം ഇൻ 2019 വിത്ത് റെഫറൻസ് ടു 2018. 2019-ലേക്ക് വന്നപ്പം അബ്സല്യൂട്ട് നമ്പേഴ്സ്, പെർസെൻറ്റേജ് അല്ല, എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ വന്നത് എവിടെയാണ്? നിങ്ങൾക്ക് 2 ആണോ 3 ആണോ കൂടുതലെന്ന് അറിയാമെങ്കിൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. അത്ര എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, നമ്പർ എന്തായാലും 2018-ൽ നിന്ന് 2019-ലേക്ക് പോയപ്പോൾ കൂടുകയാണ് ഉണ്ടായത്. 18,000 20,000 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് പരിഗണിച്ചാൽ മതി. അത് അബ്സല്യൂട്ട് നമ്പേഴ്സുമായിട്ട് കോറിലേറ്റഡ് ആണ്. ഇവിടെ എത്ര ശതമാനം വ്യത്യാസമുണ്ട്? 2%. ഇവിടെ 3%. ഇവിടെയും 2% ഉള്ളൂ. ഇവിടെ 9% വ്യത്യാസമുണ്ട്. 29 20 ആയിട്ട് മാറി. ഇവിടെ 8 10 ആയിട്ട് മാറി. ഇതിലേതാ കൂടുതലെന്ന് നിങ്ങൾക്ക് അറിയാമോ? 2 ആണോ 3 ആണോ 9 ആണോ കൂടുതൽ? തീർച്ചയായിട്ടും 9 ആണ് കൂടുതലെന്ന് നമുക്കറിയാം. 29 20 ആയിട്ട് മാറി. സോ ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അബ്സല്യൂട്ട് ചേഞ്ചാണ് ചോദിച്ചേക്കുന്നത്. കൂടിയോ കുറഞ്ഞോ എന്നുള്ളതല്ല, മാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. 9%-ൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കിയൊന്നും അടുത്ത് പോലും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് നമ്പറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേരിയേഷൻ മാക്സിമം എന്നാണ്. നിങ്ങളെപ്പോഴും കീ പോയിന്റുകൾ നോക്കിക്കോണം. ഇവിടെ തന്നിരിക്കുന്നുണ്ടോ? വേരിയേഷൻ മാക്സിമം, അത് രണ്ടുമാണ് നോക്കേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് Dയിലാണ്, കോഡ് 3 ആണ് ശരിയായ ഉത്തരം. ഓർക്കുക. 3ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വളരെ വേഗം പോവാം. നിങ്ങൾക്ക് ഒരു തവണ കേട്ട് മനസ്സിലായില്ലെങ്കിൽ പെർസെൻറ്റേജ് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വീഡിയോകൾ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ അതും ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നീഡ് അനുസരിച്ച് കൂടുതൽ വീഡിയോകൾ സാധിക്കുമെങ്കിൽ ഡെയിലി ബേസിസിൽ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അതനുസരിച്ച് ചെയ്യാം. ഇനി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് E in 2018 കമ്പയർഡ് ടു ദോസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് D in 2019. അപ്പം E in 2018 വേണം, D in 2019 വേണം. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിൽ 9 ആണോ, താഴെ 15 ആണോ 25 ആണോ, അതോ മുകളിൽ 8 ആണോ? ഇത്രയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നമ്പർ കട്ട് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് E in 2018, D in 2019. E in 2018, അതുപോലെ D in 2000. E in 2019 അല്ലേ? ഞാൻ ചോദ്യം മറന്നുപോയി കേട്ടോ, സോറി. E in 2018 കറക്റ്റ് ആയിരുന്നു. E
in 2018, E in 2018 and D in 2019. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് ഇപ്പോൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 2018 2018 18,000 പെർസെൻറ്റേജ് ബൈ 100 ചെയ്യേണ്ട ആവശ്യമില്ല, റേഷ്യോ ആയതുകൊണ്ട് ഇവിടുത്തെ ബൈ 100ഉം ഇവിടുത്തെ ബൈ 100ഉം കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. 20,000 ഇൻറ്റു 20. ഇതിൻ്റെ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. പൂജ്യങ്ങളൊക്കെ ധൈര്യമായിട്ട് നമ്മൾ ആദ്യം വെട്ടിക്കളഞ്ഞു. ഇവിടെ 20 ഉണ്ട്, ഇവിടെ 18,8 ഉണ്ട്. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? 20നെ വെട്ടി 10 ആക്കി, ഇതെന്തായി? 4 ആയി. നമ്മൾ വീണ്ടും ഈ 20നെ വെട്ടി 10 ആക്കി, ഇതെന്തായി? 2 ആയി. നമ്മൾ ഈ 10നെ വെട്ടി 5 ആക്കി, ഈ 2 പോയി. നമ്മൾ ഇതിനെ വെട്ടി ഇവിടെ ഒരു 5 വന്നു, ഇത് 9 ആയി. അപ്പോൾ ബാക്കി ആകെ 25 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. 9/25 ഇതാണ് നമ്മുടെ ആൻസർ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സംഖ്യ നമ്മുടെ പഴയ ഹൈസ്കൂളിലെ വെട്ടിക്കളിക്കലില്ലയോ, 2 വെച്ചാണ് ഞാനിപ്പോൾ എല്ലാത്തിനെയും ഫാക്ടർ ചെയ്തിരിക്കുന്നത്. 2 വെച്ച് വെട്ടി 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 എല്ലാവരെയും തട്ടി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 9/25. ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് ആകെ 8ാം ക്ലാസ് ഹൈസ്കൂൾ മാത്സ് അറിഞ്ഞാൽ മതി. പിന്നെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നത് കൂടാണ് പ്രാധാന്യം. അതിന് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, ഒരാളുടെ ഗൈഡൻസ് ഉള്ളത് കുറച്ച് പേർക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. ചിലർക്ക് നാച്ചുറലായിട്ട് ഇത് അറിയാവുന്നതായിരിക്കും. അവർ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കണ്ട. ഒരു 10-30 DI സെറ്റുകൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ചോദ്യവും പിന്നീട് വരത്തില്ല. DI ആകട്ടോ ഏറ്റവും സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള സെക്ഷൻ, ഏറ്റവും എളുപ്പമുള്ള സെക്ഷൻ. മാത്സിൻ്റെ ബേസിക് അറിഞ്ഞാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യം കേട്ടോ. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 24,000 രൂപയാണ് 2018 ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ സാലറി എക്സ്പെൻസ് 2018 എത്ര രൂപയാണ്? അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ എത്ര പേരാ ജോലി ചെയ്തതെന്ന് നമുക്ക് നോക്കണം അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ എത്ര പേരാ ജോലി ചെയ്തുകൊണ്ടിരുന്നത്? 2018 അല്ലേ? 18,000 പേരുണ്ടായിരുന്നു അല്ലേ? അവരിൽ നമ്മുടെ 22% എന്ന് പറയുന്നത് /100. എത്ര രൂപയാണ് അവർക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത്? 24,000. കുറേ പൂജ്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ല, അതൊക്കെ വെട്ടിക്കളയാം. ഇവിടെ ഇപ്പം നമുക്ക് മൊത്തത്തിൽ കിട്ടിയേക്കുന്നത് 24 × 18 × 22 ആണ്. പിന്നെ കുറേ പൂജ്യങ്ങളും ഉണ്ട്, ഒരു 4 പൂജ്യം. അത് നോക്കണ്ട, എല്ലാ ആൻസറുകളും കോടിയിലാണ്. അപ്പോൾ നമ്മൾ ആകെ ഇത്രയും നോക്കിയാൽ മതി. ഇതിനെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി 20 എന്ന് എടുത്തു. 2 × 2 4, 25 × 4 അപ്രോക്സിമേറ്റ് ചെയ്താൽ എനിക്ക് 100 കിട്ടണം. 100ഉം പിന്നെ എത്ര പൂജ്യങ്ങളുണ്ട്? 100 ഇവിടെ 2 പൂജ്യമുണ്ട്, 100ഉം 2 പൂജ്യം. പിന്നെ ഇവിടുത്തെ 3 4 പൂജ്യം. 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി. അപ്പോൾ 10 കോടിയുടെ അടുത്തുള്ള ഒരു ആൻസറാണ് എനിക്ക് വേണ്ടത്. 10 crores അടുത്ത് ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. ഇതേ ആൻസർ ഉണ്ടല്ലോ. നമുക്ക് 9.5 crore ആണ് ആൻസർ. കോഡ് 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരവെന്നും കാണാം. നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. മാത്സിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ളവർക്ക് 24,000. ആളുകൾ എത്രയുണ്ട്? 18,000. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 22%. വെട്ടിക്കളയുക. ഇതിനെയൊക്കെ നമുക്ക് 20 എന്ന് എടുത്തുകൂടെ? ഇവിടെ 2 കൂടുതലാണ്, 2 കുറവാണ്. അതുകൊണ്ട് ഞാൻ റഫ്ലി അതിനെ 2നെ 20 എന്ന് എടുത്തു. ഈ 24നെ കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് ഞാൻ 25 ആക്കി. അപ്പോൾ 25 × 2 × 2 2 25 പൈസ, 50 പൈസ, 2 50 പൈസ, 1 രൂപ. അപ്പോൾ 25 × 4 100 അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 3 പൂജ്യമുണ്ട്, ഇവിടെ 1 പൂജ്യമുണ്ട്, ഇവിടെ 2 പൂജ്യമുണ്ട് അല്ലേ? പൂജ്യങ്ങളെ ഒന്നും കളയരുത് കേട്ടോ, നമുക്ക് വേണ്ട ആൾക്കാരാണ്. 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി. 10 കോടിയുടെ അടുത്ത് ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. 9.5 crores നമുക്ക് ആൻസറായിട്ട് എഴുതാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്.
ഇത് പിന്നെ മന്ത്ലി സാലറി ആണ്. സാലറി എക്സ്പെൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എ ഇൻ 2018. ഇവിടെ മന്ത്ലി ആയിരിക്കും ചോദിച്ചതെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും വാർഷിക എക്സ്പെൻസ് നോക്കാനുള്ളൊരു വഴി നമുക്കില്ല. 9.5 crore ആണ് ഇവിടെ ആൻസർ വരേണ്ടത്. ആനുവൽ എക്സ്പെൻസ് ആയിരുന്നെങ്കിൽ 9.5നെ 12 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നേനെ എന്നും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ഏറ്റവും ഒടുവിലത്തെ ചോദ്യമാണ്. ഈ ചോദ്യം നമുക്ക് കുറച്ച് കണക്ക് കൂട്ടലുകൾ വേണ്ടി വരും. 300 employees had left the department B at end of 2008. How many employees joined in 2019 in the department B? അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ട കാര്യം, ബി എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ 23% നമുക്കറിയാം 23% ആയിരുന്നു, അത് 26 ആയി. ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഇനി ബേസ് നമ്പർ നമുക്കറിയാം 18,000 20,000 ആണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? 23% ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് 2018. 23ഉം 26ഉം തന്നെയല്ലേ? 23%ഉം 26ഉം ആയിരുന്നു നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 18,000ൻ്റെ 23% ഉണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്ന് 300 പേര് പോയി. അപ്പോൾ 2018 ഇത്രയും സംഭവിച്ചു. 2019 എത്ര പേരാണ് ഉള്ളത്? 20,000ൻ്റെ 26% ആൾക്കാരുണ്ട് 2019. ഇത് 2018, ഇത് 2019. അപ്പോൾ എത്ര പേര് വന്നപ്പോഴാണ് ഈ സംഖ്യയിൽ നിന്നും ഈ നമ്പറിൽ നിന്നും നമുക്ക് ഈ നമ്പറിലേക്ക് എത്തിയത്? ഇവിടെ എത്ര പേര് ആഡ് ആയി എന്നുള്ളതാണ് ചോദ്യം അല്ലേ? എത്ര പേര് ജോയിൻ ചെയ്തു എന്ന്. നമുക്കപ്പോൾ ഇത് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 18,000ൻ്റെ 23%, 18,000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10% എത്രയാ? ഒരു സംഖ്യ മാറ്റി കുത്തിട്ടാൽ മതി അല്ലേ? 1800 പേരാണ് 10%. ഇപ്പോൾ 23% പറയുമ്പം ഒരു 10% കൂടെ ആഡ് ചെയ്യണം. ഇത് 10%, ഇത് 10%. ഇനി 3% കൂടെ ആഡ് ചെയ്യണം. 3% എന്ന് പറയുന്നത് ഞാൻ ഇവിടോട്ട് എഴുതാം. 180, 180, 180. ഇപ്പോൾ 3% ആയില്ലേ? ഇനി നമുക്കിതിൽ കുറച്ചും കൂടെ ആൾക്കാർ ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയി. 300 പേരെ കുറയ്ക്കണം. ഇത്രയും കൂട്ടി കിട്ടിയതിൽ നിന്ന് -300 ചെയ്യണം. 300 ചെയ്യാൻ വേണ്ടി ഞാൻ ഈ 100 കളഞ്ഞു, ഈ 100 കളഞ്ഞു, ഈ 100 കളഞ്ഞു. 300 പേരെ ഞാൻ കുറച്ചു. എനിക്ക് വീണ്ടും എഴുതാൻ മടിയായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു സെൻറ്റൻസ് കുറയ്ക്കുക. അതാണ് പരീക്ഷയ്ക്ക് ഫോളോ ചെയ്യേണ്ട മെത്തഡോളജി. അപ്പോൾ ഇത്രയും പേരാണ് ഉള്ളത്. ഇവരവസാനം എത്ര പേരായി? 20,000ൻ്റെ 26%. ഇവിടെ നമ്പറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അത്യാവശ്യം. 1360, 1100, 960, 480. അതുകൊണ്ട് ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തു. ഞാൻ 25% എന്ന് എടുക്കുക. 25% എത്രയാ? 25/100. 4.25 പൈസ വേണം 1 രൂപയാവാൻ. 1/4. 20,000ൻ്റെ 1/4 എന്ന് പറയുന്നത് 5,000 ആണ് അല്ലേ? അപ്പോൾ ഈ കിട്ടിയ സംഖ്യ 5,000 ആവണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇനി ഈ സംഖ്യ എത്ര നോക്കാം. 1 8 16 24. ഇത് 240 എനിക്കറിയാം. 18 18 36 എനിക്കറിയാം. 38 എനിക്കറിയാം. 38 40. 3840 നിങ്ങളിത് എഴുതി കൂട്ടിക്കോ. ഞാൻ വേഗം കൂട്ടിയെന്നേ ഉള്ളൂ. 3840 5000 ആവണം. അപ്പോൾ എത്ര പേരെ എനിക്ക് ആഡ് ചെയ്യണം? 3840 5000 ആവാൻ വേണ്ടിയിട്ട് 160, അതിൻ്റെ കൂടെ 1000, 1160 കിട്ടി. ഇവിടെ ഞാൻ 25% എടുത്തുള്ളൂ. അപ്പോൾ 1160-നേക്കാളും കൂടിയ ഒരു സംഖ്യയാണ് കിട്ടേണ്ടത്. അങ്ങനെ ഒരു സംഖ്യയേ ഉള്ളൂ.
1160 അധികമായിരിക്കും. കാരണം എന്താ, ഇവിടെ 26 ആയിരുന്നു, നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 25 എടുത്തപ്പോഴാണ് 5000 കിട്ടിയത്. അപ്പം 1160 ആയി 5000 ആവുമ്പോൾ തന്നെ. അപ്പോൾ 26% എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതലല്ലേ. ഇതിൻ്റെ 1% എത്രയാ? 2 ഡെസിമൽ പോയിന്റ് മാറ്റി കുത്തിട്ട 200. അത്രയും കൂടി കൂടുതലാണ്. അല്ലെങ്കിൽ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഓപ്ഷനുകളിൽ 1160 മുകളിലുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, 1360. കൃത്യ ഉത്തരം കിട്ടണമെങ്കിൽ പറഞ്ഞതാ 20,000-ൻ്റെ നമ്മൾ ആ അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് കളഞ്ഞ 1% കൂടി കൂട്ടി കൊടുക്കുക, 1360 ആൻസർ കിട്ടും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇതാണ് നമ്മുടെ 5 ചോദ്യങ്ങൾ. താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും അറിയിക്കുന്നതിനനുസരിച്ച് നമുക്ക് തുടരാം. താങ്ക്സ് എ ലോട്ട്. ബൈ.